സങ്കടങ്ങളും സന്തോഷങ്ങളും പരിഭവങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് കൃഷ്ണാനുഭവങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇന്നത്തെ അനുഭവം രാജി ചേച്ചി അയച്ചതെന്നാണ്. വേഗം വായിക്കാല്ലേ. ഹായ് ശ്രീകാന്ത്, എൻ്റെ പേര് രാജി എന്നാണ്. ഞാൻ ത്രിമധുരം കുടുംബത്തിലെ ഒരു അംഗമാണ്. എൻ്റെ ഇളയ മോൾക്ക് വായിൽ അൾസർ വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 4 പ്രാവശ്യം വന്നു കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ. വായിൽ മുഴുവനായിട്ടും അൾസറായിരുന്നു. ശരിക്കും പേടിച്ചു പോയി. വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഓർത്തു കേട്ടോ. ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാണ് ആദ്യം മാറിയത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചപ്പോൾ കൂടുകയാണ് ഉണ്ടായത്. മോള് ഹോസ്റ്റലിലാണ് കേട്ടോ. അവിടെ BDSന് പഠിക്കുകയാണ്. എന്നോട് മാക്സിമം കാര്യങ്ങളൊന്നും പറയില്ല, അമ്മ ടെൻഷൻ ആകുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഡോക്ടറെ കാണിച്ചു. എക്സാം ടൈമായിരുന്നു. എക്സാമിൻ്റെ ടെൻഷനുണ്ട്. എന്നിട്ട് കുറയാത്തപ്പോൾ എന്നോട് പറഞ്ഞ് 2 ആഴ്ചയിൽ കൂടുതലായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനോട് പറഞ്ഞു, കണ്ണാ നാളെ മോള് വിളിക്കുമ്പോൾ കുറച്ചെങ്കിലും കുറവുണ്ടെന്ന് കേൾക്കാൻ പറ്റണേ, ഞാൻ ത്രിമധുരത്തിൽ പറഞ്ഞോളാം ഇതൊക്കെ എന്ന്. അതിന് തലേ ദിവസം ഒരു പുതിയ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്തായാലും അന്ന് മോള് വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ബെറ്ററായി എന്ന് തോന്നുന്നുണ്ട് എന്ന്, ഇപ്പം കംപ്ലീറ്റ് മാറിയെന്ന്. എൻ്റെ കണ്ണൻ മാറ്റി തന്നു കേട്ടോ. ഇനി അങ്ങനെ വരാതെ നോക്കണേ കണ്ണാ. ഞങ്ങൾ വിദേശത്താണ് കേട്ടോ. ഇനി എല്ലാവരും കൂടി നാട്ടിൽ വരുമ്പോൾ ഗുരുവായൂരിൽ സന്തോഷമായിട്ട് വരാൻ പറ്റണേ കണ്ണാ എന്നാണ് പ്രാർത്ഥന കേട്ടോ. എന്തായാലും സന്തോഷമായിട്ട് വരാൻ പറ്റട്ടെ. എന്തായാലും കണ്ണനെ പ്രാർത്ഥിക്കട്ടോ. മോളുടെ കൂടെ കണ്ണനുണ്ടാവും, ഒരു സംശയമില്ല. മോളോടും പ്രാർത്ഥിക്കാൻ പറയുക, എപ്പോഴും നാരായണ ജപിക്കാൻ പറയുക. നമ്മളറിയാതെ ഒരു സംരക്ഷണ കവചം നമ്മുടെ ചുറ്റിലും ഉണ്ടാവും. നമുക്കത് സ്വീകരിക്കുക. നമ്മളത് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മളെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഭഗവാൻ എന്തായാലും പ്രവർത്തിക്കുന്നുള്ള ഒരു സംശയമില്ല. വേറെ ഒന്നും പറയാനില്ല. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കൃഷ്ണ വിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.